ഡിയർ സ്കീം എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നമുക്കിപ്പോൾ മാർക്ക് വേരിഫിക്കേഷൻ അല്ലെങ്കിൽ മാർക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു ടൈം തന്നേക്കുവാണ്. അപ്പോൾ വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്പറും അതുപോലെ ഇയറും പിന്നെ നമ്മുടെ ബോർഡും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ നമ്മുടെ മാർക്ക് സർട്ടിഫിക്കറ്റിലുള്ളത് തന്നെയാണ് കാണിച്ചേക്കണമെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെയെല്ലാം മിസ്റ്റേക്ക് ഉള്ളവർ അത് എഡിറ്റ് ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള PDF സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും PDF വേണ്ട, നമ്മൾ തിരുത്തുന്നവർ മാത്രം PDF കൊടുത്താൽ മതി. ഓക്കെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വന്നേക്കുന്ന ചിലർക്കെങ്കിലും എല്ലാം കൂടി ഒറ്റ സർട്ടിഫിക്കറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ എല്ലാവരും ഒറ്റ സർട്ടിഫിക്കറ്റായിട്ട് വന്നിട്ടുള്ളവർ അത് കൊടുക്കാം. അല്ലാത്തവർ ഇനിയിപ്പോൾ 2 സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആയിട്ട് കൊടുക്കുക. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇതിനുള്ള ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കഫേ സെൻറ്ററിൽ ചെന്നാലും അവരത് ഓക്കെ ആക്കി തരും. പിന്നെ മാർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാം, ഈ സർട്ടിഫിക്കറ്റുകൾ മാറിപ്പോകരുത് കേട്ടോ. മാർക്കിൻ്റെ അവിടെ കൊണ്ടുപോയി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വരും കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അത് നമ്മളത് പെട്ടെന്ന് ഓർക്കാതെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ആ PDF-ന് ആ മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേര് കൊടുത്തിട്ട് അവിടെ ഇടാം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് പറയട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഡേറ്റിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ 2 വീഡിയോ ഇതിൻ്റെ റിലേറ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറേ മുമ്പ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളെപ്പോഴും നോട്ടിഫിക്കേഷൻ പറയുമ്പോഴേ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ് പോവുമല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികൾ വരുത്തിയേക്കുന്ന തെറ്റുകൾ മുൻകൂട്ടി കണ്ടിട്ട് അതിൻ്റെ ഒരു ഇതും കൂടി പറഞ്ഞിട്ടാണ് പറഞ്ഞു പോകണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ ചുമ്മാ കളയരുത്, അതൊന്ന് നോക്കി ഓടിച്ചാണെങ്കിൽ അതൊന്ന് കേട്ടിട്ട് എൻട്രൻസ് കമ്മീഷണറുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ വായിക്കണം തീർച്ചയായിട്ടും. പക്ഷേ അത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ശ്രീ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മാം ഇത് കീം അലോട്ട്മെൻറ്റിൽ ഈ കോളേജിൽ കിട്ടിയാൽ മാത്രം ചെയ്താൽ മതിയോ അതോ ഞാൻ കീം ക്വാളിഫൈ ആണ് അതുകൊണ്ടാണ് അതുകൊണ്ട് ചെയ്യണമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാനൊരു ഐ തിങ്ക് NSS കോളേജിൻ്റെ ഒരു ഡേറ്റ എൻട്രിയുടെ ഒരു വീഡിയോ പ്രീവിയസ് ഇയറിൽ ചെയ്തേക്കുന്നത് കണ്ടിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡേറ്റ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ, അതായത് നമുക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെയും പോയി ചേരാൻ എൻട്രൻസ് കമ്മീഷണർ പറയാറില്ല. നമുക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ഫീസ് മാത്രം അടച്ചാൽ മതി, കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ സാധാരണ പറയാറില്ല. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നമ്മളുടെ അടുത്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഏത് കോളേജിലാണോ നമുക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത്, ഗവൺമെൻറ് കോളേജുകളാണ് പ്രത്യേകിച്ച് ഡേറ്റ എൻട്രി പറയാറ്. അപ്പോൾ ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിൽ ഡേറ്റ എൻട്രിക്കുള്ള ഒരു ഇതുണ്ടാവും ആ ടൈമിൽ. അത് ഞാൻ ആ ടൈമിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട. അലോട്ട്മെൻറ്റ് വന്ന് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് മാത്രമാണ് ഡേറ്റ എൻട്രി ചെയ്യേണ്ടത് കേട്ടോ. ഇനി നെസ്ബിയെ ചോദിച്ചേക്കണേ, ഈ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അപ്ലോഡ് ആക്കിയാലും മതിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മതിയോ എന്നുള്ളതായിരിക്കും ചോദിച്ചേക്കുന്നത്. മതി, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കോപ്പി ആണെങ്കിലും ക്ലിയർ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത എന്തെങ്കിലും ഇതൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് സ്കാൻ ചെയ്യലാണ് ഇമ്പോർട്ടൻറ്റ്, ക്ലിയർ ആയിട്ട്. ഇപ്പോൾ കോപ്പിയാണ്, അതിൻ്റെ ലെറ്റേഴ്സ് ഒന്നും ക്ലിയർ അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ കോപ്പി ആണെങ്കിലും നമ്പേഴ്സൊക്കെ ക്ലിയർ ആണ്, നിങ്ങളുടെ പേര് ക്ലിയർ ആണ്, ബോർഡ് ക്ലിയർ ആണ്, ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്കത് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ PG അലോട്ട്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ മൈനോറിറ്റിയുടെ അവിടെ OBC NCR സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ്. മതി, നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിൽ നമുക്കവിടെ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ OBC NCL തന്നെ, OBC NCL നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ
കൊടുക്കാം. മാത്രമല്ല ഇൻകം സർട്ടിഫിക്കറ്റ്, OBC NCL സർട്ടിഫിക്കറ്റിൽ സാധാരണ ഇൻകം പറയാറുണ്ട്, നമ്മുടെ ഇൻകം. അപ്പോൾ ആ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതുപോലെ തന്നെയാണ് EWS സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. നമുക്ക് EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ ഇൻകം അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് കൊണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് EWS സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി കീം എക്സാം ഫെയിൽ ആയവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കീം ക്വാളിഫൈ ആയാലാണ് നമ്മൾ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരുള്ളൂ. അപ്പോൾ കീം ക്വാളിഫൈ ഉണ്ടോ എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് സ്കോറൊന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു ഇതവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാനുള്ള ആ ഒരു ഇതുണ്ടെങ്കിൽ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന നമ്മൾ അറിയില്ലല്ലോ, അതായത് പ്രൊഫൈൽ എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ആയോ ഇല്ലെന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നതെന്ന് അറിയില്ല. സോ നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് കൊടുക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തോളൂ. അപ്പോൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഫാർമസിയുടെ എന്താ ചെയ്യേണ്ടതെന്ന്, ഫാർമസി നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ഫാർമസിക്ക് നമ്മുടെ അതിൻ്റെ എൻട്രൻസിൻ്റെ മാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫാർമസിക്കും നീറ്റിലും നമ്മൾക്ക് നമ്മുടെ +2 മാർക്കായിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഒരു ബന്ധമില്ല. നീറ്റ് നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് മെഡിക്കൽ റാങ്കിലേക്ക് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഫാർമസിക്ക് നമ്മൾ എഴുതിയ ആ ഒരു ഫിസിക്സ് കെമിസ്ട്രിയുടെ മാർക്കിൻ്റെ ബേസിലാണ് റാങ്ക് പ്രിപ്പറേഷൻ നടത്തുന്നത്. പിന്നെ നിങ്ങൾക്ക് +2ൻ്റെ മാർക്ക് ആവശ്യമുണ്ട്. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കുന്നത് അതിൽ അവിടെ ഇരിക്കുന്ന സാർമാരാണ് വെരിഫൈ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങൾ കൊടുത്ത ഇന്ന കോഴ്സിന് ഇന്ന മാർക്ക് വേണം എന്നുണ്ടല്ലോ, ഇത്ര എലിജിബിലിറ്റി, ഇപ്പോൾ 45% ചില സബ്ജക്റ്റുകൾക്ക് വേണം, അല്ലെങ്കിൽ ടോട്ടൽ ഇത്ര പെർസെൻറ്റേജ് വേണം, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഓരോ കോഴ്സിനും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ഫാർമസിക്കും നീറ്റ് എഴുതിയിട്ട് നമ്മൾ എടുക്കുന്ന മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് ആവശ്യമുള്ളൂ. അവർ ഇപ്പോൾ ഈ ഒരു +2ൻ്റെ മാർക്ക് കൊടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എലിജിബിൾ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും. ആ ഒരു ടൈമിൽ നമ്മുടെ തന്നെ അത് ടോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിസ്റ്റ് അനൗൺസ് ചെയ്യും. പിന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിന് 30-ന് മുന്നേ റിസൾട്ട് വന്നാൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മാർക്ക് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ മാർക്ക് കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 30 ആവണം എന്ന് എനിക്ക് നിർബന്ധം തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട്, അതായത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഉറപ്പുള്ളവർ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഒന്ന് അന്വേഷിക്കുക, നിങ്ങളുടെ ഇതിൽ അത് അന്വേഷിക്കാൻ ചാൻസ് ഉണ്ടോ ആ ഒരു ഡേറ്റിനുള്ളിൽ വരാനൊക്കെ എന്നുള്ളത്. എനിക്കറിയത്തില്ല ഏത് ബോർഡിൻ്റെയാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് റിലേറ്റഡ് ആയിട്ടുള്ളവരുടെ അടുത്തൊന്ന് അന്വേഷിച്ചിട്ട് പറ്റുമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതൊന്ന് പറയാം കേട്ടോ. 30-ന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്കുള്ള മാർക്ക് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരില്ല കേട്ടോ. പിന്നെ എൻട്രൻസ് കമ്മീഷണർ ചിലപ്പോൾ ഒരു ടൈം തരാറുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് വന്നവർക്ക് മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു, അതായത് നിങ്ങൾ മെയിൽ ചെയ്തിട്ടേക്കുക എൻട്രൻസ് കമ്മീഷണർക്ക്, എനിക്ക് ഇങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് വരാനുണ്ട്, സോ ഡേറ്റ് ഒന്ന് നീട്ടി തന്നെ ഒന്ന് മെയിൽ ചെയ്ത് അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇട്ടേക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് നീട്ടി തരുമോ, അല്ലെങ്കിൽ പിന്നീട് ഒരു അവസരം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് വന്നവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരികയോ ഒക്കെ ചെയ്യും. പേഴ്സണലി ഒരാൾക്ക് മാത്രമായിട്ട് അലോ ചെയ്യൂല, എല്ലാവർക്കുമായിട്ടൊരു ഇത് തരും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ, ഈ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് വരാത്തവരെല്ലാവരും തന്നെ എൻട്രൻസ് കമ്മീഷണർക്ക് മെയിൽ ചെയ്തിടാം. എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടാണ് സാധാരണ അലോട്ട്മെൻറ്റ് നടത്തുന്നത്, ഏതൊരു കൗൺസിലിംഗ് ആണെങ്കിലും. പ്രത്യേകിച്ച് സിയുടെയൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ, ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് വരാനുള്ള കുട്ടികൾ മെയിൽ ചെയ്തിടുക. പിന്നെ അവരിപ്പോൾ ഉള്ള മാർക്ക് കൊടുക്കുക, അതായത് ഈ 30-ാം തീയതിക്ക് ഉള്ളിൽ അവർ വരുമോയെന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് അവർ ഉള്ള മാർക്ക് തന്നെ കൊടുത്തേക്കാം, വരുമെങ്കിൽ ആ ഉള്ള മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെയും ചോദിച്ചിട്ടുണ്ട് പാസ്സായാൽ മാത്രമാണോ ഇത് ചെയ്യത്തുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അതിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അതൊന്ന് കൊടുത്തിട്ടേക്കുക കേട്ടോ. എൻട്രൻസ് കമ്മീഷനാണ് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാർക്ക് സബ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ലിങ്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തേക്ക് കേട്ടോ. ഇനി
ഇവിടെ വേറെ എന്തോ കാര്യത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതിനെ പറ്റിയൊരു വീഡിയോ ഇടാമോ എന്നാണ്. +2 മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ടോട്ടൽ മാർക്ക് കറക്റ്റ് ചെയ്ത് കൊടുത്തു പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ കുറച്ച് പേർക്ക് പറ്റാറുണ്ട്. ചിലപ്പോൾ +2യുടെ മാർക്ക്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷർക്ക് മെയിൽ ചെയ്യുക, കോൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമായിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റാൻ കുറവാണ്. ചിലപ്പോൾ നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമോ, അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരവസരം തരുമൊക്കെ ചെയ്യും എല്ലാവർക്കുമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ ഈ ഒരു അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അത് ചിലപ്പോൾ 4 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 6 മണിക്കൂറായിരിക്കും, ചിലപ്പോൾ 24 മണിക്കൂറായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഒന്നും കൂടി ലോഗിൻ ചെയ്തിട്ട് അവിടെ വീണ്ടും സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാലും ഇങ്ങനെ ഒരു ആൻസർ, അവർക്കും നിങ്ങളുടെ പ്രൊഫൈലായിട്ടൊരു ബന്ധമില്ല. പിന്നെ നമ്പറൊക്കെ പറഞ്ഞിട്ട് അവരെടുത്ത് നോക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് മെയിൽ ചെയ്തിട്ടേക്കുക. മെയിൽ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും ചെയ്യുക. അവിടെ നിന്നുള്ള റിപ്ലൈ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങളുടെ പ്രൊഫൈലിൽ ഇടയ്ക്ക് 30-ാം തീയതിക്ക് മുമ്പായിട്ട് പല പ്രാവശ്യങ്ങളിലായിട്ട് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ എന്നിട്ട് അവിടെ ഇത് അപ്ലോഡ് ചെയ്ത് വീണ്ടും ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പ്ലേസിൽ കറക്റ്റായിട്ടുള്ള മാർക്ക് എൻട്രി പറ്റുന്നുണ്ടോ, ഓക്കെ, അത് എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. മനസ്സിലാവണ്ടോ? കാരണം അങ്ങനെ അല്ലാത്തവർക്ക് വീണ്ടും ആ ഒരു ഇത് സാധാരണ നമുക്ക് പ്രൊഫൈലിൽ കൊടുക്കാറുണ്ട്. സോ നിങ്ങളത് പ്രൊഫൈലിൽ തന്നെ ചെക്ക് ചെയ്യുക ഇനി പറ്റുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി B.Pharm +2 മാർക്ക്. ഓക്കെ, ഞാൻ 3 വീഡിയോ ഈ മാർക്ക് എൻട്രീനെ പറ്റി ചെയ്തിട്ടുണ്ട്. 3 വീഡിയോയിലും പറയുന്നുണ്ട് B.Pharm വേണ്ട എന്നുള്ളത്. സോ വീഡിയോസ് കാണാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ ചോദിക്കാം. ലാസ്റ്റ് റാങ്ക് നോർമലൈസ്ഡ് സ്കോർ പ്ലസ് PCM മാർക്ക് വെച്ചിട്ടല്ലേ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ വന്നേക്കുന്ന ആ സ്കോർ ഉണ്ടല്ലോ, പെർസെൻറ്റേജ് അല്ല, സാധാരണ സ്കോറാണ് എടുക്കുന്നത്. സ്കോറ് പ്ലസ് PCMൻ്റെ മാർക്കും കൂടിയാണ് നോർമലൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. ഇനി +2 PCM മാർക്ക് ആണോ അതോ ഫുൾ സബ്ജക്റ്റ് മാർക്കാണോ പെർസെൻറ്റേജ് വെച്ചാണോ നോക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രോസ്പെക്ടസ് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വായിക്കുക കറക്റ്റായിട്ട്. നോട്ടിഫിക്കേഷനും വായിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ആരുടെ ആണെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് കാണാം കേട്ടോ. നമ്മളോട് PCMൻ്റെ മാർക്കാണ് ആദ്യം തുടങ്ങി പറയുന്നത്. ഫിസിക്സ് കെമിസ്ട്രി മാർക്കാണ് എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ കൊടുക്കുക കേട്ടോ. ഇനി മെമ്മോ വരുമ്പോൾ കറക്റ്റ് സർട്ടിഫിക്കറ്റ് നോർമൽ PDF ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഐ തിങ്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. അതായത് നമ്മൾ ചെയ്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മെമ്മോ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഏതിനാണോ നമുക്ക് തെറ്റ് വരുത്തിയേക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആക്കി, വെറുതെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യരുത്. ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ ഒരു കൗൺസിലിങ്ങിലും ഒരു സർട്ടിഫിക്കറ്റും വെറുതെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യരുത്. നല്ല ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ. അതൊക്കെ ആ ഒരു ടൈമിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അവിടെയും നിങ്ങൾ സർട്ടിഫിക്കറ്റ് മാറിപ്പോയി എന്ന് പറയുന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾ PDF ആക്കുമ്പോൾ ആ PDFന് ഒരു പേര് കൊടുക്കുക, ഇന്നതാണ് PDF എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എടുക്കുമ്പോൾ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കുറേ ഗ്രൂപ്പ് ഓഫ് ഫയൽസിൽ നിന്ന് നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റ് പറ്റി പോകും. അപ്പോൾ നമ്മൾ അതിനൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഷാഫി ചോദിച്ചേക്കണ കീം അലോട്ട്മെൻ്റ് ആയോ എന്നുള്ളതാണ്. കീം അലോട്ട്മെൻറ്റ്, അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്. കീം അലോട്ട്മെൻ്റ് ആയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സ്കോർ വന്നു, മാർക്ക് എൻട്രി വന്നു, ഇനി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് കീമിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞേക്കണേ, മാർക്ക് കൊടുക്കുക കേട്ടോ. 2023 പാസ് ഔട്ടാണ്. 2024 CBSE ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതി 3 സബ്ജക്റ്റ്. സോ ഇയർ ഓഫ് എക്സാം 2024 ആണോ എന്നുള്ളതാണ്. ഓക്കെ, അതിപ്പോൾ 23 തന്നെ ആയിരിക്കുള്ളൂ. 23 തന്നെയാണ് എഴുതേണ്ടതായിരിക്കും. അതൊരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യനാണ്. എന്തായാലും നിങ്ങൾക്ക് മിക്കവാറും അതിൻ്റെ ആ ഒരു ഡേറ്റ ഇതിലേക്ക് വന്നിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ് ഔട്ട് എന്ന് പറയുമ്പോൾ 2023 നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ടല്ലല്ലോ, ആ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നതല്ലേ. അപ്പോൾ അത്
പാസ് ഔട്ട് 2023 തന്നെ ആയിരിക്കും. എന്നിട്ട് സർട്ടിഫിക്കറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വന്നേക്കുന്ന എല്ലാ മാർക്കിൻ്റെയും കൂടിയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്ലിയർ ആയിട്ട് കീമിൽ ഒന്ന് ചോദിച്ചിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് 2023 തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. തെറ്റ് വരുത്തണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒന്ന് ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്, ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഇതായിട്ട് ചെയ്യാം അല്ലേ. കുറേ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറാവും. Okay, take care, stay blessed, thank you.